താരസംഘടനയായ അമ്മയ്ക്കും നടിയെ ആക്രമിച്ച കേസിലെ പ്രതി ദിലീപിനുമെതിരെ രൂക്ഷ വിമർശനവുമായി നടി പാർവതി വീണ്ടും രംഗത്ത്. നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ മനഃപൂർവ്വം വൈകിപ്പിക്കാനാണ് പ്രതികൾ ശ്രമിക്കുന്നത്. അതിലൂടെ അവർ സമൂഹത്തിന് മുന്നിൽ സ്വയം തുറന്നുകാട്ടപ്പെടുകയാണെന്നും പാർവതി ആരോപിച്ചു. ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു പാർവതി. ഓരോരോ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കോടതിയിൽ ഹർജി നൽകി കേസിന്റെ വിചാരണ വൈകിപ്പിക്കാൻ ദിലീപ് നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ സർക്കാരും കോടതിയും വിമർശനം ഉന്നയിച്ചിരുന്നു. അവസാനം നടി ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ വേണമെന്ന ദിലീപിന്റെ ഹർജിയിൽ സുപ്രീം കോടതി തീർപ്പ് കൽപ്പിക്കും വരെ കുറ്റം ചുമത്തരുതെന്ന സർക്കാർ നിലപാടിനെതിരെ ഹൈക്കോടതിയും രംഗത്ത് വന്നിരുന്നു. ഈയൊരു സാഹചര്യത്തിലാണ് പാർവതിയുടെ വിമർശനം. അമ്മയും വിമൻ ഇൻ കളക്ടീവ് സിനിമയും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ യാതൊരു പുരോഗതിയുമില്ലെന്നും പാർവതി വ്യക്തമാക്കി. അമ്മ പ്രസിഡന്റ് മോഹൻലാൽ അടക്കമുള്ളവർ അനുകൂലമായ യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ലെന്നും പാർവതി കുറ്റപ്പെടുത്തി. മുൻപ് ദിലീപിനെ അമ്മയിൽ നിന്ന് പുറത്താക്കാത്തതിനെ തുടർന്ന് രാജിവെച്ച നടിമാരെ തിരിച്ചെടുക്കുന്ന കാര്യത്തിലും അമ്മ ഇതുവരെ ഇടപെട്ടിട്ടില്ല. ഇൻഡസ്ട്രിയിലും സംഘടനയിലുമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് വിമൻ ഇൻ കളക്ടീവിന്റെ ആവശ്യം. ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറാണ്. അമ്മ നേതൃത്വം ബഹുമാനം പൊതുസമൂഹത്തിൽ നിന്നടക്കം നേടിയെടുത്താലേ അത് തിരിച്ചു കൊടുക്കാൻ പറ്റൂവെന്ന് പാർവതി തുറന്നടിച്ചു. നടിമാരുടെ തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങൾ പഠിക്കാനായി സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്നും നടി പറഞ്ഞു. വിമൻ ഇൻ സിനിമ കളക്ടീവ് നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണെന്നും പാർവതി പറഞ്ഞു. ആ കേസിൽ അമ്മ ഉൾപ്പെടെ കക്ഷികളാണ്. രാജിവെച്ച റിമ കല്ലിങ്കൽ, രമ്യ നമ്പീശൻ, ആക്രമിക്കപ്പെട്ട നടി ഗീതു മോഹൻദാസ് എന്നിവർ അപേക്ഷ നൽകിയാൽ മാപ്പ് പറയാതെ തിരിച്ചെടുക്കാമെന്ന നിലപാടിലാണ് അമ്മ. രാജിവെച്ചു പോയവരെ തിരിച്ചു വിളിക്കുന്ന രീതി ഒരു സംഘടനയിലും ഇല്ലെന്നും അമ്മ ഭാരവാഹികൾ പറയുന്നു. ദിലീപിനെ പുറത്താക്കിയതിലൂടെ പ്രശ്നങ്ങൾക്ക് അയവ് വന്നിരിക്കുകയാണ്. അതിനാൽ വിവാദ വിഷയങ്ങളിലേക്കൊന്നും കടക്കേണ്ടെന്നാണ് അമ്മയുടെ തീരുമാനം. നടിയെ ആക്രമിച്ച കേസ് കോടതിയുടെ പരിഗണനയിലാണെന്നും അതേക്കുറിച്ച് പരസ്യ പ്രതികരണം നടത്തേണ്ടെന്നുമാണ് അമ്മ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ഇതേ നിർദ്ദേശം തന്നെയാണ് അംഗങ്ങൾക്ക് നൽകിയതും. അമ്മയ്ക്കും ദിലീപിനുമെതിരെ രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ച പാർവതി പക്ഷേ ദിലീപിനെതിരെ കുറ്റം ചുമത്തുന്നത് വൈകിപ്പിക്കണമെന്ന് സുപ്രീം കോടതിയിൽ നിലപാട് സ്വീകരിച്ച സർക്കാരിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. പാർവതി മാത്രമല്ല, റിമ കല്ലിങ്കൽ, ബിദു വിൻസെന്റ്, രേവതി തുടങ്ങി വിമൻ ഇൻ കളക്ടീവുമായി അടുത്ത ബന്ധമുള്ളവരാരും സർക്കാർ നിലപാടിനെതിരെ ഇതുവരെ കായൊന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. സർക്കാർ നിലപാടിനെതിരെ ഹൈക്കോടതിയും രംഗത്തെത്തിയിരുന്നു. എന്നിട്ടും വിമൻ ഇൻ കളക്ടീവ് സിനിമ ഉണർന്നില്ല. പാർവതിയുടെ ഇപ്പോഴത്തെ വിമർശനം പുതിയ സിനിമയായ ഉയരയ്ക്ക് പബ്ലിസിറ്റി കിട്ടുന്നതിനാണെന്ന് ചിലർ ആരോപിക്കുന്നുമുണ്ട്. താരത്തിന്റെ നിലപാടിന് പ്രേക്ഷകർ മറുപടി നൽകട്ടെ എന്ന നിലപാടാണ് മറ്റു ചിലർക്ക്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.